അപ്പോൾ നമ്മുടെ ബാലിയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാലി സീരീസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ എത്തി. ഇന്ന് നമ്മളുടെ ഫസ്റ്റ് ഡേ ഇൻ ബാലി. ഒഫീഷ്യലി സെക്കൻഡ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നതെന്ന് പറയുന്നത് കാംപുഹാൻ റിഡ്ജ് വാക്ക് എന്നൊരു സ്ഥലമാണ്. ട്രക്കിങ്ങിനൊക്കെ വേണ്ടി ആൾക്കാർ പോകുന്നതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറയുന്നത്. നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മളൊരു സ്കൂട്ടർ റെന്റിന് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ സാരഥി. ഇന്നത്തെ ദിവസം മുഴുവൻ സ്കൂട്ടറിനേക്കാൾ ഇഷ്ടം സൈക്കിളാട്ടോ. പക്ഷെ ഇവിടെ സൈക്കിള് എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കുള്ള റോഡായതുകൊണ്ട് ആരും അങ്ങനെ എടുക്കുന്നില്ല, ആരും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ആരും എടുക്കുന്നുമില്ല. നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ്. ഇന്നലെ നമ്മൾ ഇവിടെ എത്തി. ആനയൊക്കെ ഉണ്ട് ഇവിടെ. ആനയുടെ സൗണ്ട് അങ്ങനെ സംസാരിക്കാം. ഇത് ഇവിടുത്തെ വീടുകളും ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ഇവരുടെ ലോക്കൽ ആർക്കിടെക്ചർ സംഭവങ്ങളാണ്. ഭയങ്കര ഇങ്ങനെ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര സെറ്റപ്പ് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കെന്നാ വിട്ടാലോ? യെസ്, ഓക്കെ. ഓഫ് ടു കാംപുഹാൻ ബ്രിഡ്ജ് വാക്ക്. ബ്രിഡ്ജ് അല്ലടി, റിഡ്ജ് വാക്ക്. ഞാൻ ഓടിക്കട്ടെ? ഗൈസ്, അപ്പോൾ നമ്മൾ കാംപുഹാൻ റിഡ്ജ് വാക്ക് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ബാലി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നേച്ചറിന്, ഫോറസ്റ്റിന്, വെള്ളച്ചാട്ടത്തിന്, സ്കൾപ്ചേഴ്സിന് എല്ലാം ഭയങ്കര ഫേമസ് ആണ്. ഭയങ്കര കാടിന്റെ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും. നേച്ചറിനോട് ചേർന്നൊരു വാക്കാണ്. 2-3-4 കിലോമീറ്റർ ദൂരം ഉണ്ട്. ഇത് ബാലിയുടെ ഹൃദയ ധമനികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഗൈസ്. എ ടാക്ടിക്കൽ കൈൻഡ് ഓഫ് ആൻജിയോപ്ലാസ്റ്റിക് വാക്ക്. ഡോക്ടറെ ക്ഷമിക്കണേ. പണ്ട് നല്ല സ്റ്റാമിന ആയിരുന്നു, ഇപ്പോൾ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. അത് അതിൻ്റേതായ ആ ഒരു ഇത് കുറവുണ്ട്. വണ്ണം വെച്ചത് കൊണ്ടൊന്നല്ല, ആ മെലിഞ്ഞിരിക്കുന്ന സമയത്ത് നല്ല പെട്ടെന്ന് സംഭവം ഇപ്പോൾ അവിടെ എത്തിയണേ. പക്ഷേ ഇത്തിരി സ്റ്റാമിന കുറഞ്ഞിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. More to go there? Yeah, like maybe 300 meter. 300 meter, oh okay. And after that you can pass through the village and you will see nice views of the mountains. Okay. Thank you. Welcome. Hello. മേരി മാർഗരറ്റ്, എങ്ങനെയുണ്ടായിരുന്നു? നടത്തൊക്കെ അടിപൊളിയാ. പക്ഷെ വെയിലും ഒരു രക്ഷയില്ല. കോയി പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരത്തെ വന്നിരുന്നുണ്ടെങ്കിൽ സെറ്റായിരുന്നു. നടക്കാനൊന്നും വലിയ കുഴപ്പമില്ല, കുറച്ച് അണക്കിനൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. വെയിൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ മുകളിലെത്തി. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണെന്നാണ് പറയണത്. അപ്പോൾ എന്താണ് ആ വ്യൂ എന്ന് നമുക്കും അറിയില്ല. അപ്പോൾ എന്തായാലും അവിടേക്ക് പോയി നോക്കാം കേട്ടോ. അതെന്താ സിഗരറ്റ് വലിക്കുന്നത്? ഇതെന്തെങ്കിലും ആചാരമാണോ? ഇതൊക്കെ അയച്ചാണ്. അപ്പോൾ അവരുണ്ട്. ചെറുപ്പത്തിലത്തെ നിന്റെ ഫോട്ടോ ഒന്നും നീ കണ്ടിട്ടില്ല അല്ലേ? അങ്ങനെ നമ്മൾ കാംപുഹാൻ റിഡ്ജ് വാക്ക് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തു. അവിടെ കാണാനായിട്ട് വലിയ വ്യൂ എന്ന് പറയാൻ മാതിരി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. രാവിലെ ഒരു 6 മണിക്ക് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയ അടിപൊളിയായിരിക്കും. ഒരു 6 മണി തൊട്ട് 7 മണി വരെയുള്ള സമയത്തിനിടയിൽ ഈ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ വെയിലായി കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാവും. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മങ്കി ഫോറസ്റ്റിന്റെ മങ്കി ഫോറസ്റ്റിന്റെ എൻട്രൻസ്. മങ്കി ഫോറസ്റ്റിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. യെസ്, അപ്പൊ നമ്മൾ മങ്കി ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. ഉബുദില്, ബാലിയിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് മങ്കി ഫോറസ്റ്റ്. ഇവിടുത്തെ കുരങ്ങന്മാര് ഇവേനെ പോലെ ക്രമകാരികളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ബാഗും സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല. ബാഗും ഫുഡ് ഐറ്റംസും ആയിട്ട് അകത്തേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബാഗ് തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുക്കും. ക്യാമറ കൊണ്ടുപോകുള്ളൂ. അതെ, അത് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ഇത് എവിടെന്നെങ്കിലൊക്കെ ചിലപ്പോൾ വരൂ കേട്ടോ കുരങ്ങന്മാർ, അറിയില്ല, പറയാൻ പറ്റില്ല. അവിടെ ഒരു കവണയൊക്കെ വെച്ചിട്ടുണ്ട് കുരങ്ങന്മാർ വരാണെങ്കിൽ ഓടിക്കാനായിട്ട് പാർക്കിങ്ങിൽ തന്നെ. മേത്തൊക്കെ കയറിയിരിക്കും. താല്പര്യം നോക്കിയിട്ടല്ലോ ഒരു മേത്ത് കയറിയിരിക്കുന്നത്. വാ നോക്കാം. ഇത് കണ്ടിട്ട് മറ്റേ മലൈക്കോട്ട വാലിബിനെടുത്ത്. എടാ, ടിക്കറ്റ് കിട്ടി. ഒരാൾക്ക് ഇവിടുത്തെ 80,000 രൂപയാണ്. 1,60,000 രൂപ അകത്ത് കയറണമെങ്കിൽ 2 പേർക്കും കൂടി. താങ്ക് യു. മങ്കിയുടെ കണ്ണിലേക്ക് നോക്കരുതെന്ന്. മങ്കിയുടെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അഗ്രസീവായിട്ട് എന്നുള്ളൊരു സൈനാണെന്ന്.
നീ ആ ചേട്ടന്റെ അടുത്ത് നിൽക്കുമ്പോഴേ മീനാറിന്റെ അടുത്ത് ചെറിയൊരു കോല് വെച്ച പോലെ അയാളെ അറിയാൻ ഇവിടെ എത്തി, അല്ലെങ്കിൽ ഇവിടെ എത്തില്ലായിരുന്നു. ഇവിടെ ഞാൻ കണ്ടില്ല, എനിക്ക് ദേഷ്യം വന്നിട്ടോ, ഞാൻ ചേട്ടനോട് പറയണ്ടേ. ഗൈസ്, അപ്പോൾ നമ്മൾ മങ്കി ഫോറസ്റ്റിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഫുള്ള് കാടാട്ടോ. അതിൻ്റെ നടുക്ക് കുറേ കുരങ്ങന്മാർ, പിന്നെ ഒരു പാത്ത് വേ ഇട്ടുണ്ട് നടക്കാൻ വേണ്ടി. ഭയങ്കര തണലാണ്. എല്ലാ കുരങ്ങന്മാരും അഗ്രസീവ് അല്ല, പക്ഷെ ചില കുരങ്ങന്മാർ ഭയങ്കര അഗ്രസീവാണ്. അത് കാരണം തന്നെ ഒരുപാട് സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കുരങ്ങനാന്ന് വിചാരിച്ചു കുരങ്ങാന്ന്. എങ്ങനെയുണ്ട് ഇവ? കുഞ്ഞിനൊക്കെയാണ് എന്തൊക്കെ വിട്ടാ അതിൻ്റെ അടുത്ത് പോകലിട്ട് അറിയോ? 2 കുഞ്ഞുങ്ങളില്ലേ, അതിന്റെ അമ്മ രണ്ടിനെ എവിടെയെങ്കിലും പൊമ്പിക്ക് അതിന്റെ പാല് പിടിച്ചിരിക്കും. കുരങ്ങന്റെ കൂടെ ഫോട്ടോ എടുക്കണോടാ? വേണ്ട, എന്തെങ്കിലും ഉണ്ടോ ഓൾറെഡി? അപ്പൊ തന്നെ മനസ്സിലായില്ല. ആരാവര്? ഫ്രണ്ട്സാന്ന് തോന്നുന്നു. ഒരാൾ ഇറ്റലി, ഒരാൾ ഓസ്ട്രേലിയ. 2 ആളും ലൈഫ് എൻജോയ് ചെയ്യാൻ ഇറങ്ങിയേക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വയസ്സാവുമ്പോൾ ഇങ്ങനെ പോവാൻ. നിന്റെ ഫ്രണ്ട് ആരാ? റോസ്മേരി, രമ്യ, സുമി, എല്ലാവരും ഉണ്ട്. രേഷ്മ, അവരെ കൂടെ. അപ്പൊ ഇനി ഞാൻ ഒറ്റപ്പെടില്ല ഇവരുടെ കൂടെ വരുമ്പോ? നീ വരണ്ട, നീ ഷബീറിനോട് പോക്കോ. അപ്പോൾ കേസ് നമ്മൾ മങ്കി ഫോറസ്റ്റ് ഒരുവിധം എക്സ്പ്ലോർ ചെയ്തു. ഒരുപാട് കുരങ്ങന്മാരെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം. ഇത് ഇൻഫന്റ് ആയിട്ടുള്ളത് മുതൽ ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് വരെ ഉണ്ടെന്നാണ് അവർ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. 1000-ൽ പരം കുരങ്ങന്മാരാണ്. 7 കാറ്റഗറി ആയിട്ട് ഇവർ കുരങ്ങന്മാരെ തിരിച്ചിട്ടുണ്ട്. 7 കാറ്റഗറിയുള്ള പല വിധത്തിലുള്ള. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് യെസ്, ഉബുദ് റോയൽ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്തായിരിക്കും നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ ഉബുദ് പാലസ് അന്വേഷിച്ച് അവസാനം ഉബുദ് മാർക്കറ്റിന്റെ അവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ കാണാനുള്ള ഉബുദ് മാർക്കറ്റ്. ഇതിന്റെ ഉള്ളിൽ കൂടെ ചേട്ടൻ വണ്ടി ഓടിച്ചിട്ട്, ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങ് അറ്റത്തുനിന്ന് ഇവിടെ വരെ നമ്മൾ സ്കൂട്ടർ ഓടിച്ചാ വന്നത്. ജെയിംസ് ബോണ്ട് പടത്തിലൊക്കെ കാണില്ല അതുപോലെ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് കയറാട്ടോ. ഈ 2 ഭാഗത്തുള്ള ഉബുദ് മാർക്കറ്റ് ഉണ്ടല്ലോ, മാർക്കറ്റിലെ ചെറിയ ചെറിയ കടകൾ. ഈ മാർക്കറ്റ് അവസാനിക്കുന്നിടത്താണ് നമ്മളുടെ പാലസ് വരുന്നത്. അപ്പൊ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവയ്ക്ക് പറ്റിയ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടല്ലോ. വെരിമാർക്കിന്റെ ടയേർഡായി തോന്നുന്നു. ഞാൻ കാണുന്നു. എടാ, ഇവിടെ സോവിനീർ പോലത്തെ കുറെ സാധനങ്ങളുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കാം. നമുക്ക് ഇപ്പൊ വാങ്ങിക്കണോ? നമ്മുടെ ആദ്യത്തെ പർച്ചേസ് ഇവിടെ നടത്തിയിരിക്കുകയാണ്. ആദ്യത്തെ പർച്ചേസ് നമ്മുടെ ഡിജിക്കാണ്. ഡിജി പറഞ്ഞിരുന്നു പോകുമ്പോൾ വല്ല ഇവിടെ കാണാണെങ്കിൽ മേടിക്കണമെന്ന്. ഇത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് പർച്ചേസ് ബാലിയിൽ വെച്ച് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് ഡിജിക്ക് വേണ്ടിയാണ്. ചിയേഴ്സ് ടു ഡിജി. ഗൈസ്, അപ്പം നമ്മൾ ഉബുദ് മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് ആകെ ഒരു സാധനം കിട്ടിയുള്ളൂ. പിന്നെ അറ്റത്ത് നമ്മൾ വാങ്ങിക്കണം. ഇവിടെ കൂടുതലുള്ളത് മറ്റേ സൊവിനിയേഴ്സ് ഇല്ലേ, നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ ഓർണമെന്റ്സ്, ബാഗ്സ്, ഡ്രസ്സ്, അങ്ങനെ ഇവരുടേതായ രീതിയിലുള്ള ബാലിനി ടൈപ്പ് സാധനങ്ങളാണ് കൂടുതലും. ഒരു അന്യായ വില കൂട്ടിയിട്ടിട്ടാണ് പറയുക. നമ്മളിപ്പോൾ തിരിഞ്ഞ് നടക്കുമ്പോഴേക്കും അവരിങ്ങനെ ഇങ്ങനെ പറയും. അപ്പം നമുക്ക് നമ്മുടെ റേറ്റ് എടുത്തുമ്പോഴേക്കും തിരിച്ചു തരും. അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ നിൽക്കും. പക്ഷെ എന്നാലും നമ്മൾ ആ റേറ്റിന് തന്നെ സാധനം വാങ്ങിച്ച് ഒപ്പിച്ചു. കുറേ വെറൈറ്റി ഡ്രസ്സുകളുണ്ടല്ലോ മിസ്റ്റർ അജയ് സ്റ്റീഫൻ. ഭാര്യയെ സന്തോഷിക്കാൻ താല്പര്യമുണ്ടോ? എല്ലാവരും നല്ല വൈബിൽ ഷോപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കും വൈബിൽ ഷോപ്പ് ചെയ്യണ്ടേ? നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ചൂടുന്നു. അതൊന്നും അല്ല മക്കളെ, ഒട്ടുക്കാത്ത ചൂടാണ്. അപ്പം ഇടി നോക്കിയാൽ എന്ത് ഭംഗിയാ നോക്കി. ഇതല്ലേ നീ ആഗ്രഹിക്കണ ബാഗ്? ഓ, എനിക്കതൊന്നും ആഗ്രഹമൊന്നുമില്ല. അന്നൊരു ലൂയി വിറ്റനാവാം കിട്ടിയേക്കൊള്ളാം. പക്ഷെ അത്ര രൂപ കൊടുത്ത് ബാഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ. അതെനിക്കറിയാം. ഓ, പോയാ ചേട്ടാ. ക്ലൈമറ്റ് കഴിച്ച് ഓരോ രക്ഷയില്ല. നല്ല ചൂടാണ്. തല ഇങ്ങനെ ഉണ്ടല്ലോ, തലയുടെ ഉള്ളിൽ ഹാർട്ട് വെച്ച് എങ്ങനെ ഇരിക്കും, അതാ അവസ്ഥ. ഇങ്ങനെ ഇങ്ങനെ ചൂടെന്ന് പറഞ്ഞാൽ അങ്ങനെ പുകയാ. നാട്ടിലെ ചൂടൊന്നൊന്നല്ല. ഇവിടെ കുറെ ഫ്രൂട്ട്സും സംഭവം. ഇതാട്ടോ ഡൂറിയാൻ. നമ്മൾ രാജകീയ, അതായത് പാലസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭീകരമായ, നമ്മൾ ഹിൽ പാലസ് ഒക്കെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും ഇത്ര ഭയങ്കര ആഷ് ബൂഷ് സംഭവങ്ങളൊന്നുമല്ല. ഏരിയയും കുറവാണ്. ചിലപ്പം ഒരു നട കഴിഞ്ഞ് പിന്നൊരു നടയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. വേറെ ഒന്നും ഇല്ല സെറ്റപ്പ്. പിന്നെ ഇവരൊക്കെ എവിടെ
ഉറങ്ങിയിരുന്നതൊക്കെ എവിടെയാണോ? അതിന്റെ അകത്തേക്ക് ചിലപ്പോൾ ആക്സസ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഓ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ചില സ്ഥലത്തൊക്കെ നോ എൻട്രൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു.